അയ്യോ അമ്മാവാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ടങ്കിയെ പിടിക്കാനുള്ള പ്ലാനാണോ? താങ്ക് യു മിമിക്രി കൊച്ചേട്ടാ. ഇത് കൊള്ളാമല്ലോ ചീച്ചേ. എന്നാ കണ്ടില്ല മൈഡിയ, ഈ വേഷത്തിൽ നമ്മളെ ആരും തിരിച്ചറിയില്ല. നമുക്ക് സമാധാനത്തോടെ പോയി ആ മിമിക്രിയാണ് എന്റെ കടയിൽ നിന്ന് വല്ലതെടുത്ത് കഴിക്കാം. നിനക്ക് എപ്പോഴും തീറ്റക്കാര്യമാണോ ചിന്ത? നീ കാരണം ഇന്ന് ഏണി എടുക്കാൻ പറ്റാതെ പോയെ. അങ്ങനെ നമ്മുടെ മോഷണം തന്നെ ഫ്ലോപ്പ് ആയത്. ഏണി എന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു. പക്ഷെ ചിച്ചേ, ഗ്രൗണ്ട് ഫ്ലോറിലെ ബാങ്കിന് ഏണി കൊണ്ടെന്തിനാ പോകുന്നേ? ഒരു ചെറിയ ഏണി കൊണ്ടുപോയാ പോരായിരുന്നോ? ഒന്നുമില്ലെങ്കിലും ഭാഗ്യമെങ്കിലും കൂടെ നിന്നേനെ. കേട്ടോടാ. അയ്യോ, എന്റെ കണ്ണുപോയോ? ഞാൻ പറഞ്ഞത് കിച്ചു സൂക്ഷിച്ചെന്നാ. കിച്ചു ഉരുവാ, നമുക്ക് കഴിക്കാൻ പോണ്ടേ? തങ്കച്ചേട്ടാ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഒന്നും പറ്റിയില്ല. മാമ, ഇതാ ടങ്കയും ടോൾക്കിയുമാണ്. എന്റെ പൊന്നു ചീച്ച, എന്തായി ചെയ്തത്? ഓടിച്ചോ, പണി പാടി. ഒന്ന് മാറി എടാ ടോൾക്കി വിട്ടോടാവേ. കൊള്ളാവല്ലോട് അനന്തരവാ, എന്നാ നല്ല ഐഡിയ നീ പറഞ്ഞത്. അവര് നമ്മുടെ ഏണി എടുത്തോണ്ട് ഓടിയിട്ടുണ്ട്. ഉറപ്പായും അതും എടുത്തോണ്ട് എവിടെയെങ്കിലും മോഷ്ടിക്കാനും പോകും. അപ്പൊ ഇവിടെ നിന്ന് അവന്മാരെ കാണാവല്ലോ. അതെ അനന്തരവാ, അവരിതേ ആ കോളനിയിലേക്കാ പോകുന്നത്. മാമ, പാച്ചുചേട്ടൻ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാ. ടങ്കാട്ടോൾക്കി അവിടെ ആയിരിക്കും. നോക്കി നിൽക്കാതെ കേറി വാടാവേ. വരുവാ. മാമ, അങ്ങോട്ട് നോക്ക്. ആ ഏണി പാച്ചുചേട്ടന്റെ ജനലിലാ വെച്ചിരിക്കുന്നേ. നമ്മള് വേഗം ചെന്നാ ചേട്ടനെ സഹായിച്ചേ പറ്റൂ. ശരി ശരി. ആ ജോഗവറിനെ എങ്ങനെങ്കിലും കണ്ടുപിടിച്ചല്ലേ പറ്റൂ. പക്ഷെങ്കിൽ ഇപ്പൊ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? പോലീസ് മാഡം, അമ്മാവാ, നിങ്ങളിത് എവിടെ പോയി? എടാ കൊച്ചക്ക, ഞങ്ങളിവിടെ മണ്ടയില് തൂങ്ങിക്കിടക്കണ്ട. ഒന്ന് പിടിച്ച് താഴെ ഇറക്കടാ. കൊച്ചക്ക, നീ പോലീസ് സ്റ്റേഷന്റെ കൂര പൊളിച്ച് ഞങ്ങളെ കുത്തിക്കേറ്റില്ലടാ. സോറി ആക്ച്വലി പോലീസ് മാഡം, ജോഗാവർ എന്തായാലും മെഷീന് മോഷ്ടിച്ചു. പക്ഷെ അത് വെച്ച് ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ അയാൾക്ക് 10 കിലോ സ്വർണം, 20 കിലോ വെള്ളിയും 5 കിലോ ഡയമണ്ടും വേണം. അതുകൊണ്ട് അയാൾ എന്തായാലും മോഷ്ടിക്കാൻ വരും. പക്ഷെ ഇത്രയും സാധനം ഏതെങ്കിലും വലിയ ജ്വല്ലറിയിലേക്ക് ഇട്ടു. ആ വലിയ ജ്വല്ലറി ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്തുട്ടാ കൊച്ചിർക്ക, നിനക്ക് എങ്ങനെയാടാ ഈ കുഞ്ഞു വയസ്സിൽ ഇത്രയും ബുദ്ധി ഉണ്ടായത്? എടുക്കണ ആ ബഹദൂറെ, നീ വണ്ടി എടുക്കട്ടാ. എന്തുട്ടാ വണ്ടി എടുക്കാൻ പറഞ്ഞ നീ വായും പൊളിച്ച് നിക്കണാ. ഇപ്പൊ എടുക്കാം. ഈ ലോക്ക് പൊട്ടുന്നേ ഇല്ലല്ലോ. എത്ര നേരമായി? ഇനി എന്താ ചെയ്യാ? അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ മാറി നിന്നോ.
ദേ ഞാൻ വന്നു, എല്ലാം എടുത്തോണ്ട് പോയേക്കാം. ഇതെന്റെയാ, ഇതും എന്റെ തന്നെയാ, ഇതും എന്റെയാ. ഇട്ടോ റോസി. അവരെ വിടരുതോ, പുറകെ വിട്ടോ. അമ്മ വനന്തരന്മാർ എന്താ ചെയ്യണേ ഇവിടെ? കൊള്ളാലോ. അതെ, പോലീസ് മാഡം, എല്ലാം ഞാൻ പറയാം. ഈ ടവറിന്റെ 10ാമത്തെ ഫ്ലോറിൽ ഡയമണ്ട് എക്സിബിഷൻ ആണ്. അത് 1 മണിക്കൂർ കഴിഞ്ഞാ തുടങ്ങുന്നത്. മുക്കിനും മൂലയിലും പോലീസുകാരുണ്ട്. ലിഫ്റ്റിലും സ്റ്റെപ്പിലും 10ാമത്തെ ഫ്ലോർ വരെ പോലീസാ. മാത്രമല്ല CCTV ക്യാമറകളും ഉണ്ട്. ഒരു കള്ളനും ഇതിനകത്ത് കയറാൻ പറ്റില്ല. അഥവാ വന്നാൽ തന്നെ അവന് തിരിച്ചു പോവാനുമാവില്ല. എന്റെ ഈ അനന്തരവൻ ഇവിടെ ഉള്ളപ്പോ, ഐ മീൻ ഈ അമ്മാവൻ ഇവിടെ ഉള്ളപ്പോ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ബി പോസിറ്റീവ്. എടാ അനന്തരവാ, ഞാൻ പറഞ്ഞത് കൂടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? മാമാ, എന്തായാലും പറഞ്ഞു പോയില്ലേ, ബാക്കി വരുന്നതൊക്കെ നമുക്ക് നോക്കാന്നേ. ചാടിക്കോടാ. കള്ളക്കണാരന്മാരവിടെ നിക്കട്ടാ. നിങ്ങൾ അങ്ങനെ ധൃതി പിടിക്കല്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ബൈ ബൈ. തുള്ളൽ കള്ളന്മാരെ, നിങ്ങളുടെ തുള്ളൽ കുറച്ച് കൂടുതലായി. എന്നാ പിടിച്ചോ. നിക്കടാ നിക്കടവിടെ, പറയണ കേക്ക് നിക്ക്. എടാ അനന്തരവാ, രക്ഷിക്കടാ. പോലീസ് മാഡം രക്ഷിക്കൂ. നിയമത്തിന്റെ കുരുക്കിന്നും ഈ പോലീസിന്റെ തൊഴിൽന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. എന്തുട്ടാണ് എന്റെ കണാരൻ അമ്മാവാനന്തരവന്മാര്? വേണ്ട, അവര് രക്ഷപ്പെട്ടിട്ടാ. നോക്ക്. അവര് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാ പോകുന്നേ. വേഗം ഇത് വഴി പോയി, ഇത് ഷോർട്ട് കട്ടാ. അയ്യോ, നിങ്ങൾ എത്ര നല്ലവനാ. എത്ര പെട്ടെന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പ്രാണനാഥ. അയ്യോ, എന്തു പറ്റി പ്രാണനാഥ? എന്താ ഇങ്ങനെ നിലവിളിക്കുന്നത്? ആദ്യം എന്റെ കാലം എടുക്കോ. ക്ഷമിക്കൂ പ്രാണനാഥ, ക്ഷമിക്കൂ. തെറ്റുപറ്റിപ്പോയി. നീ ഇന്ന് നിന്റെ പ്രാണനാഥന്റെ പ്രാണൻ എടുക്കുന്ന തോന്നുന്നത്. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നു. എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നേ ഇല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കാലെ ചവിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾ നിലവിളിച്ചിട്ടേ ഇല്ല. ഇപ്പോഴെന്താ ഇങ്ങനെ പെട്ടെന്ന്? അതെ മാമി, മാമനാളാകെ മാറിപ്പോയി. ഇന്നതേ യോഗ പോലും ചെയ്തില്ല. ഞാൻ മാറിയിട്ടൊന്നുമില്ലെന്നേ. ഞാൻ ഒട്ടും മാറിയിട്ടില്ല. അത് പിന്നെ മാമി ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാ ഞാൻ യോഗ ചെയ്യാതിരുന്നത്. അത് നിങ്ങൾ കഴിക്കേ. അത് പറഞ്ഞ് ശരിയാവില്ല. ആദ്യം നിങ്ങൾ യോഗ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ജ്യൂസ് തരാം, എന്നിട്ട് മുറുക്കാം.
അതെന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആസനം അങ്ങ് ചെയ്യുന്നേ. എന്ത് പറ്റി മാമ? ആദ്യമായിട്ടാണല്ലോ ഇത് ചെയ്യുമ്പോ കരയുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഞാനൊരു തമാശ കളിച്ചതല്ലേ. വരൂ മാമി, നമുക്ക് മാമന് വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടാക്കാം. മാമൻ ഇനി 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നോളും. മര്യാദക്ക് എന്റെ മുന്നിൽ പൊക്കോ. ഇന്നത്തെ ദിവസം പോക്ക. മാമ, ഇതാ പിടിച്ചോ മാമന്റെ ജ്യൂസ്. മാമൻ സാധാരണ ഇത് ഒറ്റ വലിക്കാ കുടിക്കാറ്. ഇന്ന് പറ്റുമെന്നറിയില്ല. ഇന്ന് മാമനാകെ മാറിപ്പോയില്ലേ? പിന്നെയും തുടങ്ങിയോ ഞാൻ മാറിയെന്നും പറഞ്ഞ്? അത് ശരി, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.